കേട്ടാ. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മുടെ ബിഗ് ബോസ് താരമായ അനീഷാന്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ കോടന്നൂർ അനീഷാന്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും കൂടിയിട്ട് അനീഷാന്റെ ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അനീഷാന്റെ വീട്. കോടന്നൂരാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പൊടിമോളും പൊന്നൂസും ഞാനൊക്കെ കൂടിയിട്ട് ആ സ്വീകരണം കാണാനും അനീഷാനെ കാണാനും പറ്റിയെങ്കിൽ ഒരു സെൽഫി എടുക്കാനൊക്കെ ആയിട്ടാണ് പോണത്. അനീഷാന്റെ വീടിൻ്റെ തൊട്ടൊക്കെ ഞാൻ പണിതുണ്ട്. എന്തായാലും പോയി നോക്കാം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇത്രയും വലിയൊരു സംഭവമായിട്ടുള്ള ഒരാൾ ഉണ്ടായിട്ട് നമ്മൾ പോയില്ലേ, മോശമല്ലേ? അപ്പോൾ പോലെ പൊടിയ അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള അനീഷ് ചേട്ടൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം. വായോ കാണിച്ചു തരാം. നമ്മുടെ ബിഗ് ബോസിന്റെ കണ്ണടപ്പുറായ അനീഷ് ചേട്ടൻ്റെ വീട്. ആൾക്കാരെ കൂടെ വന്നിട്ടുണ്ട്. ഇതാണ് അനീഷ് ചേട്ടൻ്റെ വീട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാര് അനീഷേട്ട അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അനീഷേട്ട അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അനീഷേട്ടനെ കാണാം. സ്വീകരണ ഇവിടെയല്ലേ? സ്വീകരണ സെന്ററിലല്ലേ? ആളുടെ വീട് ഇവിടെയാണ് കേട്ടോ. അതിന്റെ വീട് ആളുടെ കാറിലിപ്പോ കയറി പോകും. ചേട്ടൻ നോക്കി നിൽക്കുന്ന ഒരാളെ നോക്കി കാറില് അവളാ പുല്ല് തിന്ന് തീർക്കോ? പുല്ല് തിന്ന് തീർക്കോ? കാറ് ഇവിടെ നിർത്തോ? കാണാനില്ല. Thank you.
വിളിക്കുമ്പോ എനിക്ക് എന്താ പറയാ കുളിര് പോരുന്നൊരു അവസ്ഥയാണ് സത്യത്തിൽ. ഇത്രയും സ്നേഹമൊക്കെ കിട്ടാൻ എനിക്ക് യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ആ ഒരു നന്ദിയും കടപ്പാടും നിങ്ങളോട് അറിയിക്കേണ്ടത് എന്ന് പോലും അറിയില്ല. ഇവിടെ ഇത്രയും ആളുകളെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ ോടുള്ള നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ ഫാമിലി അപ്പോൾ അവരും എൻ്റെ ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെ നിന്ന് അപ്പോൾ അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. പിന്നെ ഗ്യാങ്സ് പള്ളിമൂലയോടുള്ള നന്ദി അറിയിക്കുന്നു ഒക്കെ പറഞ്ഞതിൽ. പിന്നെ സർവോപരി എൻ്റെ നാട്ടുകാർ, നന്മ നിറഞ്ഞ കോടന്നൂർക്കാർ, അവരോടുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. നമ്മുടെ നാടിൻ്റെ പേര്, കോടന്നൂരിൻ്റെ പേര് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുന്നു. ഞാൻ കാര്യമായിട്ടാണ് ഇത് പറയുന്നത്. ഞാൻ വിചാരിച്ചിട്ട് കോടന്നൂരിനെ ഇത്ര പോപ്പുലറാക്കാൻ പറ്റും. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോക ചരിത്രത്തിൽ ഏറ്റവും തിളക്കമാർന്നൊരു ഗ്രാമമായിട്ട് കോടന്നൂർ മാറും, ഉറപ്പാണ്. അനീഷേട്ടനൊക്കെ കണ്ടു. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കൊറേ ആൾക്കാർക്ക് ഞങ്ങൾക്ക് ലഡ്ഡു കിട്ടി. അത് എല്ലാവർക്കും ലഡ്ഡു കൊടുത്തു. അപ്പൊ ഞങ്ങള് ലഡ്ഡൊക്കെ തിന്നു. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് തന്നെ വന്നു. എന്താന്ന് വെച്ചാൽ കൊറേ ആൾക്കാരൊക്കെ ആയിരുന്നു. നമ്മുടെ അന്ന് പറയും നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. കോടന്നുകാർ ഇത്രയും അനീഷേട്ടനെ സ്വീകരണം ഒരുക്കുന്നു വിചാരിച്ചില്ല. അടിപൊളി സ്വീകരണമായിരുന്നു. ആള് ഫേമസ് ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുപ്രഭാതം ബിഗ് ബോസ്, ബിഗ് ബോസ് കേൾക്കുന്നുണ്ട്, ബിഗ് ബോസ് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തെനിക്ക് കാര്യം പറയാനുണ്ട്. അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ അച്ഛൻ ഉണ്ടാവും, മിസ്റ്റർ കണ്ണൻ പ്രവീൺ തേപ്പ് പണിക്കാരൻ കണ്ണൻ. നിങ്ങള് എല്ലാരും വോട്ട് ചെയ്തോളൂ, അച്ഛനെ വിജയിപ്പിച്ചോളൂ. അച്ഛൻ ഉണ്ടാവണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അത് എന്റെ കൂട്ടുകാരുടെ അടുത്ത് പറയാം. എല്ലാരും പറഞ്ഞിട്ട് നമ്മളൊക്കെ വരലല്ല. അച്ഛൻ കാണുന്നുണ്ടോ, ബിഗ് ബോസ് കാണുന്നുണ്ടോ? അപ്പൊ ഞങ്ങള് വീഡിയോ അടിപൊളിയായി അനീഷേട്ടനെ കണ്ടു. നല്ല നല്ല മനുഷ്യർ. അതിലെങ്ങനെയാണോ ആള് അതേപോലെ തന്നെ ആള് സംസാരിക്കുന്ന കാര്യമുണ്ട്. അതിൽ കണ്ട് വ്യത്യാസം നിന്നിട്ട് ഞാൻ അതറിയാൻ വേണ്ടി ശരിക്കും സത്യത്തിൽ പോയിണ്ടായിരുന്നെ.
സ്വീകരണത്തിന്. പക്ഷെ ആളവിടെ എന്താണ് സംസാരിച്ചത് അതുപോലെ തന്നെ വലിയ അതേ മലയാള ഭാഷ എന്നൊക്കെ അച്ചടി ഭാഷ പോലത്തെ മലയാള ഭാഷ അടിപൊളിയുണ്ട്. അനീഷന എന്നിട്ടാണ് തുണിയിട്ട് കൊടുത്തു, പൊന്നാട അണിയിച്ചു, തുണിയല്ല പൊന്നാട അണിയിച്ചു. പിന്നെ ഒരു കപ്പും കൊടുത്തു, ഒരു വലിയ കപ്പ്. അപ്പൊ ഞങ്ങളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. വീഡിയോ അടുത്ത പ്രാവശ്യം അച്ഛൻ വരുമ്പോ അച്ഛനെ വോട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ മതി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒക്കെ അത്രയുള്ള. അപ്പൊ ഞങ്ങൾ ലൈവ് അപ്പൊ നമ്മള് വീഡിയോ നിർത്താണ്. അപ്പൊ എല്ലാവർക്കും ശുഭദിനം. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.